ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കിയാലോ. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബീഫ് ഫ്രൈ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 3/4 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി പ്രഷർ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി, സാധാരണ മുളക് പൊടിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, നല്ല എരിവുള്ള സാധാരണ മുളക് പൊടി തന്നെ. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുത്തു. കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുമ്പോഴാണ് ഇച്ചിരി കളറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം, സാധാരണ വെളിച്ചെണ്ണ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് വെന്ത് പോകരുത്. നമ്മുടെ ബീഫ് റെഡിയായി വന്നിട്ടുണ്ട്. പാകത്തിനേ വെന്തിട്ടുള്ളൂ, വെന്തുടഞ്ഞൊന്നും പോയിട്ടില്ല. പക്ഷെ ഇതിനകത്ത് നല്ലതുപോലെ വെള്ളമുണ്ട്. നമുക്ക് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്കിനി കോൺഫ്ലവറും മൈദയൊക്കെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആക്കി എടുക്കേണ്ട. അതാ ഇതുപോലെ ഒന്ന് ഒരല്പം വെള്ളം അതിനകത്ത് വേണം. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്തോളൂ. ഞാനിപ്പോൾ കുറച്ച് ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കിതിലേക്ക് വീണ്ടും കറിവേപ്പില ചേർക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഒന്ന് ചതച്ചെടുത്തതാണ്. 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചതച്ചതിട്ട് കൊടുത്തു. ഇനി 1 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഇനി ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞെടുത്തതാണ്, ഒരു നാരങ്ങയുടെ പകുതിയുണ്ട്. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1.5 ടീസ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുത്തു. നമുക്ക് അത്രയും തന്നെ കോൺഫ്ലവർ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. 1.5 ടീസ്പൂൺ മൈദയും 1.5 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു 20 മിനിറ്റ് വയ്ക്കാം. 15-20 മിനിറ്റ് വയ്ക്കാം. അതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പാൻ ചൂടാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാനൊരു അല്പം പരന്ന പാനാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് മുഴുവനും കൂടി അങ്ങ് വറുത്തെടുക്കാൻ പറ്റും. അതിനാവശ്യത്തിനുള്ള എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫ് ഇട്ടെടുക്കുമ്പോൾ അല്പം ഒന്ന് അകത്തി ഇട്ട് കൊടുക്കുക. നമ്മൾ മുട്ടി കിടക്കും എത്രയായാലും, എന്നാലും ഒന്ന് പതിയെ തട്ടി കൊടുക്കുക. കാരണം ചിലപ്പോൾ അത് ഇങ്ങനെ മൈദയും കോൺഫ്ലവറൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഒന്നിങ്ങനെ ഒട്ടി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പയ്യെ ഒന്ന് തട്ടി കൊടുക്കാം.
ഇടയ്ക്കിടയ്ക്ക് പയ്യൊന്ന് തട്ടി കൊടുക്കണേ. ഇത് നല്ലതുപോലെ ഫ്രൈ ആകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കണ്ടോ, നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത് നല്ലതുപോലെ ഫ്രൈ ആയി, വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി കോരിയെടുക്കാം. ഇതിങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കഴിക്കാവുന്നതാണ്. ഇതിന് നല്ല ടേസ്റ്റാണ്. പക്ഷെ നമുക്കൊന്ന് ഉള്ളിയൊക്കെ ചേർത്ത് ഒന്നുകൂടി റെഡിയാക്കിയെടുക്കാം. ഇത് നമ്മൾ കംപ്ലീറ്റ് ഇതിന്ന് മാറ്റി ഇത് ഞാൻ വേറൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ആദ്യം വറുത്ത അതേ എണ്ണ തന്നെയാണ് എടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. ഇതിലേക്ക് നമുക്ക് അല്പം ഇഞ്ചി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് പതിയെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും ഒരു 2 ടേബിൾ സ്പൂൺ കാണും. ഏകദേശം അത്രയും ഇട്ട് കൊടുക്കുക. ഞാനത് വെറുതെ 2ആയിട്ടൊന്ന് പൊളുത്തിട്ടിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാള മുഴുവനും അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. സവാള പയ്യെ ഒന്ന് വാടിയാൽ മതി, മുഴുവൻ ഫ്രൈ ആവണ്ട. അതിനുശേഷം നമുക്കതിലേക്ക് ചെറിയ ഉള്ളി കുറച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പതിയെ ഒന്ന് വാടി കിട്ടിയാൽ മതി. ചെറിയ ഉള്ളി നമുക്ക് വഴറ്റാനുള്ളതാണല്ലോ. 1/2 കപ്പോളം ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുത്തതാണിത്. അപ്പോൾ അതുകൂടി ആഡ് ചെയ്യാം. നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ചെറിയ ഉള്ളി ചേർക്കാം. ചെറിയ ഉള്ളി കൂടുതൽ ചേർക്കുമ്പോഴും അത്രയും ടേസ്റ്റ് കൂടുകയുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് വെറുതെ 2ആയി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തേക്കാണ്. ഇനി ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ആ മുളകിൻ്റെ ആ പച്ചമണം ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിനകത്തേക്ക് ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന ബീഫ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി അവസാനം ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ രുചികരമായിട്ടുള്ള ഒരു ബീഫ് ഫ്രൈ ആണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു.
ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.